ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതാരോഗ്യം, ജീവിതം, സുസ്ഥിരത, ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ കുറെ വിഷയങ്ങളിലൂടെ കുറെ നാൾ യാത്ര ചെയ്തു. നാളെ എന്ത് സംസാരിക്കണമെന്ന് ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോ, അതായത് ഇന്നെന്ത് സംസാരിക്കണം ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോ എന്റെ കയ്യിൽ വിഷയമൊന്നും, കാരണം പറയാത്ത വിഷയങ്ങളൊന്നുമില്ല. 10,200 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഒട്ടേറെ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? സാധാരണ അങ്ങനെ എന്തെങ്കിലും പറയാനിരുന്നാൽ അത് ഒഴുകി പോരും. ഇന്നലെ ഒന്നും ഒഴുകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു എന്റെ ഉള്ളിലെ സമ്മർദ്ദം കണ്ടിട്ട് പൊന്നി എന്നോട് ചോദിച്ചു, ഇങ്ങനൊരവസ്ഥ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന്റെ മറുപടി ആണ് ഇന്നത്തെ വിഷയം. When we lack action, nature lets us rest until inspired to improve. കർമ്മങ്ങൾ ഇല്ലാതെയാകുമ്പോൾ വിശ്രമിക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത നല്ലൊരു കർമ്മവുമായി പ്രകൃതി നമ്മെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മൾ പണ്ടൊരിക്കൽ സാധ്യതാ ചിന്തനത്തെ കുറിച്ച്, പോസിബിലിറ്റി തിങ്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ നിന്നും ഒരുപക്ഷെ വലത്തോട്ടോ ഇടത്തോട്ടോ അല്ലെങ്കിൽ മുൻപോട്ട് തന്നെ ഒരു വഴി തെളിച്ചു വെച്ചിട്ടുണ്ടാവും പ്രകൃതി. ഒരിക്കലും നമ്മുടെ ജീവിതയാത്രയ്ക്ക് ഒരു അന്ത്യമില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആ തുടർച്ച എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് വ്യക്തതയില്ലാതെ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ തീരുമാനമെടുക്കാൻ കഴിയാതെ നിന്നു പോയേക്കാം. അതിനർത്ഥം നാം ആവശ്യത്തിലേറെ യാത്ര ചെയ്തിട്ടുണ്ടെന്നും തൽക്കാലത്തേക്ക് ഒരു വിശ്രമം ആവശ്യമുണ്ടെന്നും ഒക്കെയാണ്. പ്രകൃതിയില് ധർമ്മങ്ങൾ ഒട്ടേറെയാണ്, കർമ്മങ്ങൾ ഒട്ടേറെയാണ്. ഈ ധർമ്മകർമ്മങ്ങളെ മുഴുവനായിട്ടും ചെയ്തു തീർക്കാൻ ഒരു സത്തയ്ക്കും സാധ്യമാകില്ല. കാരണം ഒരു സത്തയുടെ മാത്രം ഉത്തരവാദിത്വമല്ല പ്രകൃതിയിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കുക എന്നുള്ളത്. അവിടെ നമുക്ക് നിയോഗമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അവ മാത്രമേ ചെയ്യാൻ കഴിയൂ. അവയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അതും പ്രായോഗികമല്ല. അപ്പോൾ അതിന് ചെയ്യാവുന്നതിന് അളവുണ്ട്. ചെയ്യാവുന്ന അളവിനും അധികമായിട്ട് ചെയ്താൽ അവിടെ കുറച്ചൊന്ന് നിർത്തിവെക്കേണ്ടി വരും. നിങ്ങൾ അതിവേഗതയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വാഹനത്തിന് അതിവേഗം തേയ്മാനം വരികയും വാഹനത്തിന് അതിവേഗം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും. പിന്നെ കുറെ കാലം എന്ന് വെച്ചാൽ എത്ര വേഗത്തിലാണോ സഞ്ചരിച്ചത്, എത്ര ദൂരമാണോ സഞ്ചരിച്ചത്, അതിന് ആനുപാതികമായ ഒരു കാലം നമ്മൾ ഈ കാറിനെ സർവീസ് ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ആൽഗരിതമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അളവ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ കർമ്മങ്ങളില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അമ്മോ കർമ്മങ്ങളില്ലാതെയാകുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംവിധാനത്തെ വിശ്രമിപ്പിക്കുക എന്നുള്ളതാണ്. നാം വിശ്രമിക്കുക എന്നുള്ളതാണ്. ആ വിശ്രമകാലം എങ്ങനെ വേണമെന്നും പ്രകൃതി തത്വശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സന്തോഷമായിരിക്കണം. വിശ്രമകാലം എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു കാലമായിരിക്കാം. അറിയാത്തൊരു കാലമാണെങ്കിൽ, അനിശ്ചിതത്വത്തിന്റെ കാലമാണെങ്കിൽ ഈ അനിശ്ചിത കാലം നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത് സന്തോഷമായിരുന്നു കൊണ്ടാണ്. കാരണം ഈ അനിശ്ചിതത്വം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അടുത്ത നല്ലൊരു ഒരു തുരുത്തിലായിരിക്കും. ആ അടുത്ത നല്ലൊരു തുരുത്ത് വന്നു ചേരും എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ കാരണമാണ്. പക്ഷെ ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രകൃതിയുടെ മഹാസംവിധാനത്തെ തിരിച്ചറിയണം. പ്രകൃതി കാലം കഴിയാത്തതൊന്നിനെയും നശിപ്പിക്കില്ല, അനുചിതമായ ഒന്നിനെയും കേടുവരുത്തില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതി എപ്പോഴും ഏത് വ്യവസ്ഥയ്ക്കും ഒരു നന്മയാണ് നൽകിക്കൊണ്ടിരിക്കുക. ഈ നന്മ തിന്മകൾ എന്ന ഒന്ന് ഇല്ലെങ്കിൽ ഇല്ല, പ്രകൃതിയിലില്ല, അല്ലെ പ്രപഞ്ചത്തിലില്ല എന്ന് പറയുമ്പോഴും ജീവ ചൈതന്യത്തിന്, ജീവ വസ്തുവിന് നന്മ തിന്മകൾ ഉണ്ടല്ലോ.
അപ്പോ ഈ നല്ലത് മാത്രം, അതായത് ശുഭകരമായ രീതിയിൽ പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തെ മാത്രമേ പ്രകൃതി നമുക്ക് തരികയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ, ഞാൻ വിശ്രമിക്കുകയാണെങ്കിൽ വിശ്രമകാലം കഴിയുമ്പോൾ ശുഭമായതിലേക്കാണ് പ്രകൃതി എന്നെ എത്തിക്കുക എന്ന തിരിച്ചറിവ്, എന്ന അറിവ്, വിശ്വാസം, അതിൽ ഊന്നിക്കൊണ്ടുള്ള ആ ഒരു ഉറപ്പ്, ആ ഉറപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇത് കഴിയുമ്പോൾ എന്താകുമെന്ന് അറിയാത്തത് പ്രകൃതി എങ്ങനെ ഇതിനെ നിർദ്ധാരണം ചെയ്യുന്ന അറിയാത്തത് കൊണ്ടാണ്. പ്രകൃതി ഇതെങ്ങനെ നിർദ്ധാരണം ചെയ്യുന്നത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വ്യാകുലപ്പെടണം? നമ്മളെ തുറന്നു വെച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയും. കാരണം ഇനി ഇത് കഴിഞ്ഞെത്തുന്നത് നമ്മെ ശരിയായ ഒരിടത്തേക്കാണ്, ആയിരിക്കും എന്ന ഉറപ്പ്. അച്ഛൻ കുഞ്ഞിനെ മുകളിലേക്ക് എറിയുമ്പോൾ കുഞ്ഞ് ചിരിക്കുന്ന എന്താണ്? അച്ഛൻ പിടിക്കുമെന്ന് കുഞ്ഞിനെ അറിയാം. അച്ഛന്റെ കയ്യിൽ നിന്നും എങ്ങാനും താഴെ പോയാലോ എന്ന ഒരു ചിന്തയുടെ സാധ്യത കുഞ്ഞിന്റെ മനസ്സിലില്ല. കുഞ്ഞിന് 100% വിശ്വാസമാണ്. ആ കുഞ്ഞിന്റെ 100% വിശ്വാസമാണ് അവന്റെ സന്തോഷത്തിന് കാരണം. ആ സന്തോഷം തന്നെയാണ് അച്ഛന്റെ പിടുത്തത്തിന്റെ പിന്നാലെയുള്ള തത്വശാസ്ത്രവും. ഇതുപോലെ തന്നെ നാം പ്രകൃതിയുടെ കയ്യിലേക്ക് നമ്മെ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത്, നാം വിശ്രമിക്കുന്ന സമയത്ത്, അനിശ്ചിതത്വത്തിന്റെ സമയത്ത് നാം സന്തോഷമായിരിക്കുക. അപ്പോ അത് കഴിയുന്ന സമയത്ത് പിന്നെന്ത് സംഭവിക്കും? അടുത്ത ഒരു നല്ല വെളിച്ചം, നല്ല ഒരു സംവിധാനം പ്രകൃതി നമുക്ക് കൊണ്ട് തരും. ഞാൻ പറഞ്ഞു, ഇവിടെ കർമ്മങ്ങൾ ഇല്ലാതെയായതുകൊണ്ടോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് ഒരു പരിധി എത്തിയത് കൊണ്ടോ ആണ് നമ്മളിവിടെ വിശ്രമിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെന്താണ് വരിക? നല്ലൊരു കർമ്മമായിരിക്കും അപ്പുറത്ത് നമ്മെ കാത്തിരിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കർമ്മവുമായി പ്രകൃതി നമ്മെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ആ കർമ്മം ചെയ്യാൻ പാകമാകുന്ന സമയത്ത് ഇനി നീ വിശ്രമിക്കേണ്ടതില്ല, ഇനി ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മെ എടുത്തുകൊണ്ടുപോകും. അപ്പൊ ഇത് പ്രകൃതിയുടെ ഒരു സാധാരണ രീതിയിലുള്ള എല്ലാ സമയത്തുമുള്ള ഒരു മെക്കാനിസമാണ്. നമുക്ക് ഒട്ടേറെ പണികൾ ഉണ്ടെങ്കിലും വൈകുന്നേരമാകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്? അല്ലല്ല, ഞാനിത് ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ നമ്മൾ അതിനെ ഏറ്റെടുക്കുമ്പോഴല്ലാതെ, നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ആ ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോഴല്ലാതെ, നമ്മുടെ ബുദ്ധിയിട്ട് പ്രവർത്തിപ്പിക്കുമ്പോഴല്ലാതെ ബാക്കി എപ്പോഴാണ് നമ്മുടെ ജോലി തീർന്നിട്ടുള്ളത്? ഒരിക്കലും ജോലി തീരില്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരില്ല. എന്നിട്ടും സായാഹ്നങ്ങളാകുന്ന സമയത്ത് ക്ഷീണവും രാത്രിയാകുന്ന സമയത്ത് ഉറക്കവും നമുക്ക് വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോവുക എന്നുള്ളതാണ് കാര്യം. അതാണ് ആരോഗ്യം, അതാണ് ശുഭകരമായ ജീവിതയാത്ര. ആ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയേറെ ജോലികൾ എന്നെ കാത്തിരിക്കുന്നു, ഞാനിതെല്ലാം ചെയ്തു തീർക്കേണ്ടതെന്നുള്ള വ്യാകുലതയ്ക്ക് പകരം ജോലിയുടെ ഇന്നത്തെ ആ ക്വാറ്റ കഴിഞ്ഞു, ഞാൻ അവിടെ നിർത്തുകയാണ്, ഇനി ഞാൻ വിശ്രമിക്കുകയാണ്, സന്തോഷത്തോടെ വിശ്രമിക്കുകയാണെന്നുള്ള സന്തോഷം എനിക്കുണ്ടായിരിക്കും. എങ്കിലാണ് പിറ്റേന്ന് എനിക്ക് ശുഭകരമായ രീതിയിൽ ആ പ്രവർത്തനങ്ങളെ തുടർന്ന് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങാൻ പോയാൽ, വിശ്രമിച്ചാൽ, പിറ്റേന്ന് വളരെ തെളിച്ചത്തോടുകൂടി പ്രകൃതി തന്നെ നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കും. നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞ്, പ്രാഥമികമായിട്ടുള്ള ജീവിത കർമ്മങ്ങൾ കഴിഞ്ഞ്, ചര്യകൾ കഴിഞ്ഞ് പതുക്കെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് ചെന്ന് കയറാൻ കഴിയും. അല്ലാതെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് വീണ്ടും അടുത്ത കാര്യം ചെയ്യേണ്ടതില്ല. അപ്പോ നമ്മൾക്ക് കർമ്മങ്ങൾ തീരുന്ന സമയത്ത്, നമ്മുടെ ജീവിത കർമ്മങ്ങൾ തീരുന്ന സമയത്ത്, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ ഇനി കഴിയുന്നില്ല, തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ അവിടെ വെക്കാനുള്ള സന്നദ്ധത നമുക്ക് വേണം. ഞാൻ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അതവിടെ വെക്കാനുള്ള സന്നദ്ധത വേണം. അതിനുശേഷം വിശ്രമിക്കാനുള്ള തിരിച്ചറിവ് വേണം. അവിടെ സന്തോഷത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള ശ്രദ്ധ വേണം. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അടുത്ത നല്ല കർമ്മത്തിലേക്ക് നമ്മെ പ്രകൃതി സ്വാഭാവികമായി തിരിച്ചെത്തിക്കുക. അതിനുള്ള സമയമാകുമ്പോൾ പ്രകൃതി നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോ കർമ്മങ്ങളുടെ ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന സമയത്ത് വിശ്രമത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ അവസരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. എന്റെ ഇതുപോലെയുള്ള ഒരു കർമ്മമില്ലാതെയായ അല്ലെങ്കിൽ കർമ്മങ്ങൾ കാണാതായി പോയ ഒരു അവസ്ഥയിൽ നിന്നും ഇങ്ങനൊരു വിഷയം സമ്മാനിച്ച മാളവിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.